നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ആയിരുന്നു. അതായത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ റേഞ്ച് വാല്യൂയിലുള്ള വോൾട്ടേജും കറണ്ടും, അതായത് ലോ റേഞ്ച് മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈ റേഞ്ച് വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നതായിരുന്നു വോൾട്ടേജ് മൾട്ടിപ്ലയർ, അമ്മീറ്റർ, ഷണ്ട്. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രാൻസ്ഫോമർ തന്നെയാണ്. ആ ട്രാൻസ്ഫോമർ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയും. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകളിലോ അല്ലെങ്കിൽ സബ്സ്റ്റേഷനുകളിലോ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതായത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലോ റേഞ്ച് മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈ റേഞ്ച് വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് രണ്ട് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. ഒന്ന് കറന്റ് ട്രാൻസ്ഫോമറും രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുമാണ്. കറന്റ് ട്രാൻസ്ഫോമർ പേര് പോലെ തന്നെ കറന്റ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വാല്യൂ ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറന്റ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അതേസമയം പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഹൈ വാല്യൂസ് ഓഫ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് CT എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കറന്റ് ട്രാൻസ്ഫോമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് വളരെ ഹയർ വാല്യൂ ആണെങ്കിൽ, വളരെ കൂടിയ ഒരു കറണ്ട്, സപ്പോസ് ഇപ്പൊ ഒരു 25 ആംപിയർ കറണ്ട് എനിക്കൊരു 5 ആംപിയറിന്റെ അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 15 ആംപിയർ കറണ്ട് ഒരു 5 ആംപിയറിന്റെ അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യണം. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളിലാണ് നമ്മൾ കറന്റ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു കറന്റ് ട്രാൻസ്ഫോമർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. നമ്മുടെ CTയും PTയും എന്ന് പറയുന്നത് രണ്ടും ട്രാൻസ്ഫോമറുകൾ തന്നെയാണ്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? എനിക്ക് തോന്നുന്നു നിങ്ങൾ AC മെഷീൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്നതാണ് ട്രാൻസ്ഫോമേഴ്സ്. ട്രാൻസ്ഫോമർ പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും ആദ്യം പറയുന്നതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. എന്താണ് സ്റ്റെപ്പ് അപ്പ്? ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പറയുന്നത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജിനെ ഔട്ട്പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക അഥവാ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണോ അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും അതിന്റെ സെക്കൻഡറിയിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. അതായത് സപ്പോസ് പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്, പ്രൈമറിയിലെ വോൾട്ടേജ് E1 ആണ്, സെക്കൻഡറിയുടെ അവിടെയുള്ള നമ്പർ ഓഫ് ടേൺസ് N2, വോൾട്ടേജ് E2 ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് N2 ഗ്രേറ്റർ ദാൻ N1 ആൻഡ് E2 ഗ്രേറ്റർ ദാൻ E1. അതായത് സപ്ലൈ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, ഔട്ട്പുട്ട് സൈഡിലേക്ക്, ഇൻപുട്ട് സൈഡിൽ വരുന്ന ലോ വോൾട്ടേജിനെ ഔട്ട്പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ കൂട്ടുക അഥവാ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്ത് നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയായിരിക്കും? സെക്കൻഡറിയിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, അതുപോലെ സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. കറണ്ട് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ പ്രൈമറിയിലെ കറണ്ട് I1ഉം സെക്കൻഡറിയിലെ കറണ്ട് I2ഉം ആണെങ്കിൽ കറണ്ടിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ഒന്ന് പറയാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയാമോ? സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ കറണ്ട് സെക്കൻഡറി സൈഡിൽ കുറവായിരിക്കും. കാരണം ട്രാൻസ്ഫോമറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ട്രാൻസ്ഫോമറിനകത്ത് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? പ്രൈമറി സെക്കൻഡറിയെ വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ എന്താ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്ററുകൾ? ഫ്ലക്സ്. കോൺസ്റ്റന്റ് ഫ്ലക്സ് ആണ്. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പവർ എങ്ങനെയാണ്? പ്രൈമറി പവറും സെക്കൻഡറി പവറും എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് E1 I1 ഈക്വൽ ടു E2 I2 ആണെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ആംബിയർ ടേൺസും സെക്കൻഡറി ആംബിയർ ടേൺസും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? അതെ. അതായത് N1 I1 ഈക്വൽ ടു N2 I2 ആണെന്ന്.
N2 I2 ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ബേസിക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാ. N1 I1 ഈക്വൽ ടു N2 I2 ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡറി വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ദ പ്രൈമറി വോൾട്ടേജ് ആണ്. ബട്ട് സെക്കൻഡറി കറണ്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ പ്രൈമറി കറണ്ട്. അതായത് നമ്മളിവിടെ കറണ്ട് ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സൈഡിലെ കറണ്ട് ഹയറും സെക്കൻഡറി സൈഡിലെ കറണ്ട് എന്ന് പറയുന്നത് ചെറുതുമായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ടിന് സംഭവിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും എന്നുള്ള കാര്യം മൈൻഡിൽ ഓർത്തിരിക്കുക. നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? വലിയ കറണ്ടിനെ ഒരു ചെറിയ മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യണം. സോ നമ്മൾ CT എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സോ ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ് നമ്മൾ നമ്മുടെ സർക്യൂട്ടിലേക്ക്, അതായത് ഏതൊരു സർക്യൂട്ടിലെ കറണ്ട് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ഹൈ കറണ്ട് വരുന്ന ആ ഒരു സർക്യൂട്ട് ഏതാണോ ആ സർക്യൂട്ടിലേക്ക് നമ്മൾ പ്രൈമറി കണക്ട് ചെയ്ത് കൊടുക്കും. സെക്കൻഡറി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് മീൻസ് നമ്മുടെ ലോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇതായിട്ട് നമ്മൾ അവിടെ നമ്മുടെ അമ്മീറ്റർ കണക്ട് ചെയ്യും. അതായത് സെക്കൻഡറി സർക്യൂട്ടിനകത്ത് നമ്മൾ നമ്മുടെ അമ്മീറ്ററും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കും. സെക്കൻഡറി സർക്യൂട്ടിനകത്ത് നമ്മൾ നമ്മുടെ അമ്മീറ്റർ കണക്ട് ചെയ്ത് നമ്മൾ ആ കറണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്യും. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് പ്രൈമറി വൈൻഡിങ്ങിലൂടെ പോകുന്നത് ഒരു വലിയ കറണ്ട്, ഒരു ഹൈ കറണ്ട് ആയിരിക്കും. I1 എന്ന് പറയുന്ന ഒരു ഹൈ കറണ്ട് പോകും. അതിനെ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ് സംഭവിക്കുന്നത്, കറണ്ട് കുറയും. സോ I2 റെഡ്യൂസ് ചെയ്യപ്പെടും. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു I2 നമുക്ക് ഈ അമ്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യും. ഇതാണ് CTക്കകത്ത് സംഭവിക്കുന്നത്. കറന്റ് ട്രാൻസ്ഫോമർ എന്നുള്ള കൺസെപ്റ്റ് അതാണ്. ആക്ച്വലി അവിടെ നടക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സെക്കൻഡറി കറണ്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ പ്രൈമറി കറണ്ട്. സോ പ്രൈമറി സർക്യൂട്ട് നമ്മൾ നമ്മുടെ ലോഡ് സർക്യൂട്ടിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എവിടത്തെ കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടത് ആ സർക്യൂട്ടിലേക്ക് നമ്മൾ പ്രൈമറി വൈൻഡിങ് കണക്ട് ചെയ്യും. സെക്കൻഡറി വൈൻഡിങ് നമ്മൾ നമ്മുടെ മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. ഒരിക്കലും അത് മാറിപ്പോവരുത്. പ്രൈമറി നമ്മുടെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യും, സെക്കൻഡറി നമ്മുടെ മീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. അത് PT-ക്കാണെങ്കിലും CT-ക്കാണെങ്കിലും രണ്ടിടത്തും അതുപോലെ തന്നെയാണ്. പ്രൈമറി അതായത് എവിടത്തെ വോൾട്ടേജ് ഓർ കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടത് അവിടെ പ്രൈമറി വൈൻഡിങ് കണക്ട് ചെയ്യുക. സെക്കൻഡറി വൈൻഡിങ് നമ്മുടെ മീറ്ററിന് അക്രോസ് ആയിട്ട് മീൻസ് മീറ്ററിൽ ത്രൂ മീറ്റർ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇനി CT പറയുമ്പോൾ CTക്കകത്ത് ഷുവർ ആയിട്ട് വരുന്ന 1-2 ക്വസ്റ്റ്യനുകൾ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ ഇതിവിടെ പറഞ്ഞു പോവുകയാണ്. CTയിൽ എപ്പോഴും നിങ്ങൾ കുറച്ച് നാളായിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. CTയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് CTയുടെ സെക്കൻഡറി വൈൻഡിങ് ഒരിക്കലും ഓപ്പൺ സർക്യൂട്ട് ചെയ്യരുത്. സോ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് അതായത് CTയുടെ സെക്കൻഡറി വൈൻഡിങ് ഒരിക്കലും ഓപ്പൺ സർക്യൂട്ട് ചെയ്യരുത്. CTയുടെ സെക്കൻഡറി വൈൻഡിങ് എപ്പോഴും ഷോർട്ടഡ് ആയിരിക്കണം. സോ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ആയിരിക്കണം. ഒരു കാരണവശാലും CTയുടെ സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ചെയ്യരുത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? സെക്കൻഡറി വൈൻഡിങ് CTയുടെ ഓപ്പൺ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? CT എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഹൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പം ഒന്ന് ഹൈ വോൾട്ടേജ് ആയിരിക്കും അല്ലെ. അതായത് പ്രൈമറിയിൽ വരുന്നത് ഒരു ലോ വോൾട്ടേജ് ആണെങ്കിൽ പോലും സെക്കൻഡറിയിൽ വരുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും. സോ സെക്കൻഡറി വൈൻഡിങ് ടെർമിനലിന് അക്രോസ് ആ ഹൈ വോൾട്ടേജ് വരുന്നത് കൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പേഴ്സണ് അഡ്വേഴ്സ് ആയിട്ട് അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതൊരു റീസൺ ആണ്. പിന്നെ അതല്ലാതെ നമ്മുടെ ആ ട്രാൻസ്ഫോമറിനെ എന്തെല്ലാം രീതിയിൽ അത് എഫക്ട് ചെയ്യും, അത് നമുക്ക് എഫക്ട് ചെയ്യുന്ന കാര്യം. ഓപ്പറേറ്റിംഗ് പേഴ്സൺ അത് എങ്ങനെ എഫക്ട് ചെയ്യണു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. സെക്കൻഡറിയിൽ ഹൈ വോൾട്ടേജ് വരും. സോ ഓപ്പറേറ്റിംഗ് പേഴ്സണ് അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത് ഒരു പോയിന്റ്. ഇനി ആ ട്രാൻസ്ഫോമറിന് സെക്കൻഡറി ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തെങ്കിലും ഒരു പോയിന്റ് പറയാമോ? ഒരുപാട് റീസൺസ് അല്ലെങ്കിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്തായാലും ഫോൾട്ട് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത്രയും ഹൈ വോൾട്ടേജ് ചെയ്യാൻ പറ്റത്തില്ല. വൈൻഡിങ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ആ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോർമൽ കേസിൽ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യണേ? നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ഒരു മീറ്റർ ത്രൂ ആയിട്ട് അത് ക്ലോസ് ചെയ്ത് മീൻസ് നമ്മൾ നോർമൽ കേസിൽ CT യൂസ് ചെയ്യുന്നത് നമ്മുടെ മെഷർമെന്റ് പ്രോസസ്സിന് അല്ലെങ്കിൽ മെഷറിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോ അവിടെ നമ്മളൊരു മീറ്റർ ത്രൂ നമ്മൾ അത് കണക്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, പ്രശ്നങ്ങളില്ല. എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ ചെയ്തിടുന്ന സമയത്ത്
അതായത് നോർമൽ കേസിൽ ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളിപ്പോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ആംബിയർ ടേൺസ് പ്രൈമറി വൈൻഡിങ്ങിന്റെയും സെക്കൻഡറി വൈൻഡിങ്ങിന്റെയും ആംബിയർ ടേൺസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഈക്വൽ ആണ് എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? N1I1ഉം N2I2ഉം എങ്ങനെയാ ആക്ട് ചെയ്യുന്നേ? ഈക്വൽ ആണ്, പക്ഷെ അവരെങ്ങനെയാ ആക്ട് ചെയ്യുന്നേ? സെയിം രീതിയിൽ തന്നെയാണോ? ക്വസ്റ്റ്യൻ മനസ്സിലായി. മനസ്സിലായില്ല. അതായത് നമ്മൾ പറഞ്ഞു N1I1 എന്ന് പറയുന്ന ഇത്, അതായത് പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മളൊരു സപ്ലൈ കൊടുത്തു. സോ ആ വൈൻഡിങ്ങിലൂടെ ഒരു കറന്റ് ഫ്ലോ നടക്കുന്നു. സോ എങ്ങനെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്? മീൻസ് ഒരു ട്രാൻസ്ഫോമറിനകത്ത് സെക്കൻഡറി വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണോ? അതെ അതെ, ഓക്കെ അല്ലെ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നോർമൽ കേസിൽ നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടായി. സോ ആ കറന്റ് ഫ്ലോ കാരണം എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ? പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ സാധാരണ ഒരു ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ എന്താ ചെയ്യണേ? പ്രൈമറി വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കും, സെക്കൻഡറി വൈൻഡിങ് നമ്മൾ ലോഡ് സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നു. സോ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി വൈൻഡിങ്ങിന് ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നത്? എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? അത് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് പറയുന്നത്. രണ്ട് കോയിലുകളെ നെയ്ബർ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്തടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കോയിലിൽ കൂടെ പോകുന്ന കറന്റ് ഫ്ലോയ്ക്ക് വേരിയേഷൻ വരുമ്പോൾ അതിന് ചുറ്റുമുള്ള ഫ്ലക്സ് ലിങ്കേജിന് വേരിയേഷൻ വരികയും ആ ഒരു റീസൺ കൊണ്ട്, ആ ഒരു ഫ്ലക്സ് ലിങ്കേജിന് വേരിയേഷൻ വരുന്നത് കൊണ്ട് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സെക്കൻഡറി കോയിലിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ ആണോ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാറ്? ആണോ? അതെ 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 അതെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നോർമൽ കേസിൽ നമ്മുടെ സെക്കൻഡറി ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സർക്യൂട്ടിനകത്ത് പ്രൈമറി വൈൻഡിങ്ങിലൂടെ ഒരു സപ്ലൈ പോകുന്നു. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൈമറി വൈൻഡിങ് വഴി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്ങിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആ ക്ലോസ്ഡ് സർക്യൂട്ട് വഴി അത് ഫ്ലോ ചെയ്യുന്നു. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടെങ്കിലാണല്ലോ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന E2 എന്ന് പറയുന്ന ആ ഒരു EMF. അത് കാരണം അവിടെ ഒരു സെക്കൻഡറി സർക്യൂട്ടിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാകും. ആ കറന്റ് ഫ്ലോയ്ക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് അവിടെ, അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ആവുന്നു. ഇനി സപ്പോസ് നിങ്ങൾ സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വച്ചേക്കുന്ന സമയത്ത് പ്രൈമറി വൈൻഡിങ്ങിലൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവുകയും സെക്കൻഡറി വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ആകും. സെക്കൻഡറി വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ്ഡ് ആകും. പക്ഷേ സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ ഒരു കറന്റ് ഫ്ലോ പോസിബിൾ ആണോ? സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു കറന്റ് ഫ്ലോ പോസിബിൾ ആണോ? ക്ലോസ്ഡ് ആണെങ്കിലോ പോസിബിൾ ആണെങ്കിലോ? ക്ലോസ്ഡ് ആണെങ്കിൽ പോസിബിൾ ആണോ? സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ആണെങ്കിൽ? അല്ലല്ല, ഓപ്പൺ ആണെങ്കിൽ പോസിബിൾ അല്ല. ഓപ്പൺ ആണെങ്കിൽ പോസിബിൾ അല്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് പോസിബിൾ അല്ലാത്തിടത്തോളം ടൈം, അതായത് ഓപ്പൺ സർക്യൂട്ടഡ് ആണെങ്കിൽ അവിടെ ഒരു ഫ്ലക്സ് ക്രിയേഷൻ നടക്കുമോ? ഇല്ല ഇല്ല. അതായത് ആ കോയിലിന് മാത്രമായിട്ട്, പ്രൈമറി കോയിലിന് സപ്ലൈ ഉണ്ട്, പ്രൈമറി കോയിലിനകത്ത് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ട്, അത് കാരണം സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. സിമിലർലി തിരിച്ചും സംഭവിക്കാറുണ്ട് അല്ലെ. അതായത് പ്രൈമറിയിലെ കറന്റ് ഫ്ലോ കാരണം പ്രൈമറിയിൽ ഒരു ഫ്ലക്സ് സെറ്റപ്പ് ആകുന്നു, സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന കാരണം ആ ആംബിയർ ടേൺസ് കാരണം സെക്കൻഡറിയിൽ ഒരു ഫ്ലക്സ് സെറ്റപ്പ് ആകും. ഈ രണ്ട് ഫ്ലക്സുകള് നോർമൽ കേസിൽ നമ്മുടെ പ്രൈമറിയിലുള്ള ആംബിയർ ടേൺസ് N1I1 കാരണം, പ്രൈമറിയിലുള്ള ആംബിയർ ടേൺസ് N1I1 കാരണം പ്രൈമറിയിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ആവുകയും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സെക്കൻഡറിയിലെ N2I2 കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ആവും. അങ്ങനെയാണ് നോർമൽ കേസിൽ ട്രാൻസ്ഫോമറിനകത്ത് നടക്കുന്നത്. N1I1 കാരണം സെറ്റപ്പ് ആകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ N2I2 സെറ്റപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. ദാറ്റ് മീൻസ് ദ ഡീമാഗ്നറ്റൈസിങ് ഫ്ലക്സ് ആയിരിക്കും N2I2 കാരണം സെറ്റപ്പ് ആകുന്നത്. പക്ഷേ നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ, സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ആണെങ്കിൽ അവിടെ N2I2 എന്ന് പറയുന്ന ആ ഒരു ആംബിയർ ടേൺസ് കാരണം അവിടെ ഒരു ഡീമാഗ്നറ്റൈസിങ് ഫ്ലക്സിന്റെ ക്രിയേഷൻ അവിടെ നടക്കില്ല. സോ അങ്ങനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് N1I1 എന്ന് പറയുന്ന ഒരു ആ ആംബിയർ ടേൺസ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രമേ അവിടെ പ്രസന്റ് ആവുള്ളൂ. N2I2 കാരണം പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫ്ലക്സോ കാര്യങ്ങളോ ഒന്നും അവിടെ സെറ്റപ്പ് ആവുന്നില്ല. സോ പ്രൈമറി വൈൻഡിങ്ങിലൂടെ പോകുന്ന കറണ്ട് കാരണം ആ ഒരു നമ്പർ ഓഫ് ടേൺസും ആ കറണ്ടും അത് രണ്ടും കൂടെ കൂടി അസോസിയേറ്റ് ചെയ്തുള്ള ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ആ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് കാരണം കോറിനകത്ത് ഒരു ഫ്ലക്സ് സെറ്റപ്പ് ആകും. നോർമൽ കേസിൽ
നമ്മുടെ N1I1 കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ആകും, N2I2 കാരണവും മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ആകും. ഈ ഫസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിമാഗ്നറ്റൈസ് ചെയ്യുന്ന, അതായത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സെക്കൻഡറി വൈൻഡിങ് കാരണം, സെക്കൻഡറി വൈൻഡിങ്ങിലൂടെയുള്ള കറണ്ട് ഫ്ലോ കാരണം സെറ്റപ്പ് ആകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആക്ട് ചെയ്യുന്നത്. സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടഡ് ആയതുകൊണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ N2I2 അവിടെ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ N2I2 കാരണമുള്ള ഡിമാഗ്നറ്റൈസിങ് ഫ്ലക്സ് ഉണ്ടാവില്ല. ഓൺലി N1I1 കാരണമുള്ള മാഗ്നറ്റൈസിങ് ഫ്ലക്സ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. സോ ഈ ഫ്ലക്സ്, അതായത് ഈ ഫ്ലക്സ് മാത്രമാണ് നമ്മുടെ കോറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുള്ളൂ. സോ സപ്ലൈ കൂടുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ സപ്ലൈക്ക് അനുസരിച്ച് ഈ ഒരു ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിന്റെ ഫ്ലക്സ്, കോർ ഫ്ലക്സ് എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം അതിനെ ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ സെക്കൻഡറി സൈഡിനകത്ത് ഒരു ഫ്ലക്സ് ഇല്ല. കാരണം I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ അവിടെ ഇല്ല. സോ N2I2 കാരണം ഉണ്ടാകുന്ന ആ ഒരു ഫ്ലക്സ് അവിടെ ഇല്ല. സോ ഈ പ്രൈമറി ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു സെക്കൻഡറി ഫ്ലക്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൈമറി ഫ്ലക്സ് മാത്രമായിട്ട് അബ്നോർമലി അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ കോറ് കൂടുതലായിട്ട് ഹീറ്റഡ് ആകും. അതുപോലെ തന്നെ കോറിന്റെ സാച്ചുറേഷനും സംഭവിക്കും. അതാണ് സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് ചെയ്താലുള്ള ഒരു പ്രോബ്ലം. അതായത് പ്രൈമറി ഫ്ലക്സ് മാത്രമേ, പ്രൈമറി നമ്പർ ഓഫ് ടേൺസും പ്രൈമറി കറണ്ടും കാരണമുള്ള ആ ഒരു ഫ്ലക്സ് മാത്രമേ അവിടെ പ്രസന്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഡിമാഗ്നറ്റൈസിങ് ഫ്ലക്സ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. സോ കോർ ഫ്ലക്സ് അബ്നോർമലി ഇൻക്രീസ് ചെയ്യും. സോ കോർ ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് കോർ വല്ലാതെ ഹീറ്റഡ് ആകും. കോർ ഹീറ്റഡ് ആവുമെന്ന് മാത്രമല്ല, കോറിന്റെ ഫ്ലക്സ് സാച്ചുറേഷനിലേക്ക് പോകും. ഇതെല്ലാം സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡ്രോബാക്കുകളാണ്. ഇത് ലാസ്റ്റ് ഓവർസിയർ ഗ്രേഡ് 1-ന്റെയും ഗ്രേഡ് 2-ന്റെയോ ഏതോ ഒരെണ്ണത്തിന്റെ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, CTയുടെ സെക്കൻഡറി ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റുകൾ. അപ്പൊ 4 പോയിന്റ്സ് തന്നിരുന്നേ. ഒന്നെന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിൽ സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് വളരെ ഹ്യൂജ് ആയിരിക്കും. സോ ഓപ്പറേറ്റിംഗ് പേഴ്സണ് അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത് ഒരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് കോർ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു പോയിന്റ്. പിന്നെ അബ്നോർമലി കോർ ഹീറ്റ് ആകുന്നുള്ള കാര്യം മൂന്നാമത്തെ പോയിന്റ്. 4-മത്തെ പോയിന്റ് ഇതുപോലെ സെക്കൻഡറി ഡിമാഗ്നറ്റൈസിങ് ഫ്ലക്സ് 0 ആണെന്നുള്ള കാര്യം. എന്നിട്ട് അതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റുകൾ 1 and 2 ആർ കറക്റ്റ്, 2 and 3 കറക്റ്റ്, 3 and 4 കറക്റ്റ്, അങ്ങനെ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഇപ്പൊ കുറച്ചായിട്ട് നമ്മുടെ CT സെക്കൻഡറി ഒരു ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിന്റെ സെക്ഷനിൽ നിന്ന് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് CTയുടെ സെക്കൻഡറി എന്തുകൊണ്ടാണ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ 4 പോയിന്റ്സ് ഉള്ള, 1 കോർ സാച്ചുറേഷൻ, 2 സെക്കൻഡറിയിലെ വോൾട്ടേജ് വളരെ കൂടുതൽ ആയിരിക്കും. സോ ഓപ്പറേറ്റിംഗ് പേഴ്സൺ അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത്. 3-മത്തെ പോയിന്റ് കോർ ഹീറ്റിംഗ്. 4-മത്തെ പോയിന്റ് നമ്മുടെ ഡിമാഗ്നറ്റൈസിങ് ഫ്ലക്സ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. സോ അതൊരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡറിയിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ഹൈ വോൾട്ടേജ് വന്നു കഴിയുമ്പോൾ അവിടെ വേറൊരു കേസോടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തായിരിക്കും? വളരെ ഹ്യൂജ് വോൾട്ടേജ്, ആ വൈൻഡിങ്ങിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് അവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വൈൻഡിങ് ബേൺ ആവും, അല്ലെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവും, അല്ലെ? അതൊരു പോയിന്റ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം. ഈ കോർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ നമ്മളെ അബ്നോർമലി ഹൈ ഫ്ലക്സ് വരും എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ പ്രൈമറി ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. സോ കോർ വളരെ അബ്നോർമൽ ആയിട്ട് കോർ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു എക്സസീവ് ആയിട്ടുള്ള ആ ഒരു ഫ്ലക്സ് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് നിൽക്കും. അതായത് നമ്മൾ സപ്ലൈ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കോറിലുള്ള ഫ്ലക്സ് അവിടെ റീറ്റെയിൻ ചെയ്യും. സം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് റീറ്റെയിൻ ഇൻ ദ കോർ. അതിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുൻപത്തെ തവണ നമ്മൾ ആ ഒരു കോറിനെ മാഗ്നറ്റൈസ് ചെയ്തപ്പോൾ ഉള്ള മാഗ്നറ്റിസം സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ്ഡ് ആയിട്ടില്ല എങ്കിൽ, പോയിട്ടില്ല എങ്കിൽ, സം എമൗണ്ട് അതിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് തൊട്ട് മുൻപ് പ്രീവിയസ് ടൈമിൽ കോർ മാഗ്നറ്റൈസ് ചെയ്തപ്പോൾ ഉണ്ടായ മാഗ്നറ്റിസം, ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആ കോറിനകത്ത് സപ്ലൈ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷവും റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ, കോറിനകത്ത് അങ്ങനെ ഒരു റെസിഡ്യൂവൽ മാഗ്നറ്റിസം എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ എറർ വരാനുള്ള, എറർ മീൻസ്
അക്യുറസിയുടെ ആ ഒരു ലെവൽ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ അബ്നോർമൽ ആയിട്ടുള്ള കോർ സാച്ചുറേഷൻ കാരണം റെസിഡ്വൽ മാഗ്നറ്റിസം എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് ആണ് പറയുന്നത് ഒരു കാരണവശാലും പ്രൈമറി ലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രൈമറി ലൈവ് ആണെങ്കിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും CT യുടെ സെക്കൻഡറി നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യരുത്.